ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ മലയാളത്തിൽ ചോദിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ ആണോ, അങ്ങനെയാണോ, അങ്ങനെയാണോ, ആണോ എന്ന് വെച്ചിട്ട് നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ. ഉദാഹരണത്തിന് പുറത്ത് നല്ല മഴയാണോ, ഞാൻ ആ പറഞ്ഞത് റെഡിയാണോ, അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ, നീ പോവുകയാണോ, ഈ പറഞ്ഞത് ശരിയാണോ, ഇങ്ങനെ ആണോ ആണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് എന്തെങ്കിലും വാക്കുണ്ടോ പ്രത്യേകിച്ച് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പുറത്ത് നല്ല തണുപ്പാണോ, പുറത്ത് നല്ല മഴയുണ്ടോ, ഞാൻ പറഞ്ഞത് റെഡിയാണോ, അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിക്കാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്, ഈസ് ഇറ്റ് വെച്ചിട്ട് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ആ കാര്യം ആണോ എന്നുള്ള ചോദ്യമാണ് വരിക, ഈസ് ഇറ്റ്. അപ്പൊ ഈസ് ഇറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ ഈസ് ഇറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതറിയാം, അതൊരു ചോദ്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈസ് ഇറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്, പുറത്ത് തണുപ്പാണോ, നല്ല തണുപ്പാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കുന്നത്, ഈസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്, പുറത്ത് നല്ല തണുപ്പാണോ, ഈസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്, പുറത്ത് നല്ല തണുപ്പാണോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ പുറത്ത് നല്ല മഴയാണോ എന്ന് ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ ചോദിക്കുന്നത്, ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് നല്ല മഴയാണോ, ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് നല്ല മഴയാണോ എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരാളടുത്ത് ഒരു വസ്തു റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പൊ നമ്മൾ പിന്നെ ചെന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, അത് റെഡിയാണോ, അത് റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. ഈസ് ഇറ്റ് റെഡി, അത് റെഡിയാണോ. അതുപോലെ തന്നെ ഈസ് ഇറ്റ് റെഡി എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു റെഡിയാണ്, ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ നമ്മൾ അത് ഓൺ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കടക്കാരൻ നമ്മളോട് ചോദിക്കും, എന്ത്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈസ് ഇറ്റ് വർക്കിംഗ്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ. ഈസ് ഇറ്റ് റെഡി എന്ന് ചോദിച്ചതുപോലെ തന്നെയാണ് ഈസ് ഇറ്റ് വർക്കിംഗ്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നല്ല ചൂടാണോ, ഈസ് ഇറ്റ് വെരി ഹോട്ട്, ഈസ് ഇറ്റ് റിയലി ഹോട്ട്, നല്ല ചൂടുണ്ടല്ലേ, ഈസ് ഇറ്റ് ഹോട്ട്, ചൂടാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുകയാണ്, അത് ഇവിടുന്ന് ദൂരെയാണോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക, അത് ഇവിടുന്ന് ദൂരെയാണ്. അപ്പൊ നമ്മളൊരു സ്ഥലം ചോദിച്ചു, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ നമ്മൾ ചോദിച്ചു. അപ്പൊ അതിനെക്കുറിച്ച് അയാൾ നമ്മളോട് പറയുകയും ചെയ്തു. അപ്പൊ നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, അത് ഇവിടുന്ന് ദൂരെയാണോ. അപ്പൊ എങ്ങനെ ചോദിക്കുക, ഇവിടുന്ന് ദൂരെയാണോ. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ, അത് ഇവിടുന്ന് വളരെ ദൂരെയാണോ. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ, അത് ഇവിടുന്ന് വളരെ ദൂരെയാണോ എന്ന് ചോദിക്കുകയാണ്. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുകയാണ്, ദൂരെയാണോ എന്നല്ല ചോദിക്കുന്നത്, തിരിച്ചു ചോദിക്കുകയാണ്, അത് അടുത്താണോ, ഈ പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. ഈസ് ഇറ്റ് നിയർ ബൈ, അത് തൊട്ടടുത്ത് തന്നെയാണോ. ഈസ് ഇറ്റ് നിയർ, അത് തൊട്ടടുത്ത് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ രണ്ട് രീതി ചോദിച്ചു. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ, അത് ഇവിടുന്ന് വളരെ ദൂരെയാണോ. ഈസ് ഇറ്റ് നിയർ ബൈ, അത് തൊട്ടടുത്ത് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലും ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, അല്ല അത് നടക്കുമോ, അത് സാധ്യമാണോ, നടക്കുമോ എന്ന് ചോദിക്കുകയാണ്. അത് സാധ്യമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാധ്യം എന്നുള്ളതിന് നമ്മൾ പോസിബിൾ എന്നാണ് പറയാറുള്ളത് അല്ലേ സാധാരണ. ഓക്കെ, അപ്പൊ എങ്ങനെയാ പറയാ, അത് നടക്കുമോ, ഈസ് ഇറ്റ് പോസിബിൾ, അല്ലെങ്കിൽ ഈസ് ദാറ്റ് പോസിബിൾ, അത് സാധ്യമാണോ, അത് നടക്കുമോ. ഈസ് ഇറ്റ് പോസിബിൾ, അത് സാധ്യമാണോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഒരാൾ ചോദിക്കുകയാണ്, അത് വളരെ ബുദ്ധിമുട്ടാണോ, പ്രയാസമാണോ, ടഫാണോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാ ചോദിക്കുക, ഇതേ ട്രാക്കിൽ തന്നെ ചോദിക്കുക. ഈസ് ഇറ്റ് റിയലി ടഫ്, അത് ശരിക്കും ബുദ്ധിമുട്ടാണോ. ഈസ് ഇറ്റ് വെരി ടഫ്, അത് വളരെ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈസ് ഇറ്റ് പോസിബിൾ, നടക്കുമോ എന്ന് ചോദിച്ചു. ആ കൂട്ടത്തിൽ തന്നെ ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് റിയലി ടഫ്, ശരിക്കും അത് ഭയങ്കര ടഫാണോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈസ് ഇറ്റ് വെച്ചിട്ട് ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതേ ഫോർമാറ്റിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈസ് ഇറ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അതൊരു ചോദ്യമാണ്. അപ്പൊ ഈസ് ഇറ്റിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു വെർബിന്റെ ING ഫോം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തി സംഭവിക്കുമോ, നടക്കുമോ, സാധ്യമാകുമോ എന്നുള്ളൊരു രീതിയിലായിരിക്കും അതിന്റെ അർത്ഥം വരിക എന്നുള്ളതാണ്.
ഈസ് ഇറ്റ് വർക്കിംഗ്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ, ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക്